3-4 ദിവസങ്ങൾക്ക് ശേഷം ജാനിയെ മുറിയിൽ കണ്ടതും മയൂരിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ വല്ലാത്ത ഒരു ഭാവത്തോടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. അവളെ അവൻ്റെ കൈക്കുള്ളിൽ കോരിയെടുത്തു. അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ കാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുമ്പ് അവൻ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. അവൾ അവനിൽ നിന്നും രക്ഷപ്പെടാനായി അവനെ ആഞ്ഞു തള്ളി. അപ്രതീക്ഷിതമായ അവളുടെ തള്ളലിൽ അവൻ വേച്ചു പോയെങ്കിലും ബാലൻസ് ചെയ്തു നിന്നുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. ജാനിയുടെ ആ കുഞ്ഞു മനസ്സ് പേടിച്ചു വിറച്ചു. അമ്മേ, മുത്തശ്ശി, അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിടണേ, എന്നെ ഒന്നും ചെയ്യല്ലേ. അവൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സൗണ്ട് പ്രൂഫ് റൂമായതുകൊണ്ട് അവളുടെ നിലവിളിയൊന്നും ആരും കേട്ടില്ല. ഇനി കേട്ടാൽ തന്നെ ആരും അവളെ രക്ഷിക്കാനും വരില്ലായിരുന്നു. പിന്നെയും ജാനി അലറി വിളിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരമാകെ ഓടി നടന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞതും ജാനിയുടെ അലർച്ച അവിടെ അവസാനിച്ചു. ക്രൂരമായ ഒരു ചുംബനമായിരുന്നു അത്. ശ്വാസം കിട്ടാതെ ജാനിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. പ്രാണവായു കിട്ടാനായി അവൾ അവൻ്റെ പുറത്തേക്ക് ആഞ്ഞടിച്ചു. പക്ഷേ അതൊന്നും അവൻ്റെ ശരീരം അറിഞ്ഞതേയില്ല. ചുണ്ടുപൊട്ടി ചോര വായിൽ നിറഞ്ഞതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. പെട്ടെന്ന് പ്രാണവായു കിട്ടിയതും അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. അവളുടെ ശ്വാസഗതി ക്രമത്തിലാവുന്നതിന് മുമ്പ് തന്നെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. പ്രാണൻ പോകുന്നത് പോലെയുള്ള വേദന അവൾക്ക് തോന്നി. ഒരു കത്തി കുത്തിയിറക്കുന്ന വേദനയോടെ ജാനി അപ്പോഴും അലറി വിളിച്ചു. ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ. ഒരുപാട് കഠിനമായ വേദനയോടെ ജാനി അലറി വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ വികാരം ശമിച്ചതിന് ശേഷം അവൻ അവളിൽ തളർച്ചയോടെ വീണു. കുറച്ച് സമയത്തിന് ശേഷം അവളിൽ നിന്നും അവൻ അകന്നു മാറി. ശരീരം മുഴുവൻ നീറിപ്പുകയുന്ന വേദനയിൽ ജാനി ആർത്തു കരഞ്ഞു. അമ്മേ, എൻ്റെ അമ്മേ. തളർന്നു മയങ്ങുന്ന മയൂരിനെ ഒന്ന് നോക്കിയ ശേഷം അവൾ എണീക്കാൻ ഒരുങ്ങവേ അടിവയറ്റിൽ നിന്നും മിന്നൽ പോലെ ഒരു വേദനയുണ്ടായി. അവൾക്ക് അമ്മേ എന്ന് വിളിച്ച് അവൾ അവളുടെ അടിവയർ പൊത്തിപ്പിടിച്ചു. കാലുകൂട്ടി നടക്കാൻ കഴിയാതെ കാലകത്തിപ്പിടിച്ച് പതുക്കെ നടക്കാൻ ഒരുങ്ങവേ തുടയിലൂടെ രക്തം ഒലിച്ചിറങ്ങി. കഴിഞ്ഞ മാസമുണ്ടായ മാസമുറയാണെന്ന് ആ കുഞ്ഞു ജാനി കരുതിയത്. എന്നാൽ തൻ്റെ കന്യാചർമ്മം പൊട്ടി ഒലിച്ചതാണെന്ന് അവൾ അറിഞ്ഞേയില്ല. നോക്കിക്കോ, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഇയാളുടെ അമ്മയോട് ഞാൻ പറയും. വേച്ച് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിപ്പിടിക്കുന്നതിനിടയിൽ ജാനി ഉറങ്ങിക്കിടക്കുന്ന മയൂരിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞ് അവൾ ബാത്റൂമിൽ കയറി. ബാത്റൂമിൻ്റെ കണ്ണാടിയിൽ അവൾ കണ്ടു ചതഞ്ഞരഞ്ഞ പുഷ്പത്തെ പോലെ മുറിവുകളും പാടുകളും നിറഞ്ഞ തൻ്റെ ശരീരം. ഒരു കപ്പ് വെള്ളമെടുത്ത് ശരീരത്തിൽ ഒഴിച്ചതും അവൾ വേദന കൊണ്ട് തുള്ളിപ്പോയി. അമ്മേ! നീറിപ്പുകയുന്ന വേദനയിൽ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. അവളുടെ തുടയിലൂടെ രക്തത്തുള്ളികൾ അപ്പോഴും താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ട് കുളി കഴിഞ്ഞ് പുതിയ പാഡെടുത്ത് വെച്ച് വേറെ വസ്ത്രമണിഞ്ഞ് പതുക്കെ വേച്ച് അവൾ ആ മുറി വിട്ട് പോകാനായി ഡോറിൻ്റെ അടുത്തേക്ക് എത്തിയതും പിന്നിൽ നിന്നും 2 കൈകൾ അവളെ കോരിയെടുത്ത് ബെഡിലിട്ടു. അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ജാനി ബെഡിൽ നിന്നും ചാടി ഇറങ്ങാൻ ശ്രമിച്ചതും മയൂര് അവളെ താങ്ങിപ്പിടിച്ചു. വാ, എൻ്റെ അടുത്തേക്ക് വാ. കാമത്തോടെ അവളുടെ ശരീരം കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഇല്ല എന്ന രീതിയിൽ കരഞ്ഞുകൊണ്ട് അവൾ തലയാട്ടി. അവിടെ വന്നതിൽ പിന്നെ അവൻ്റെ ശബ്ദം അവൾ ആദ്യമായാണ് കേൾക്കുന്നത്. വർദ്ധിച്ച കാമാഗ്നിയാൽ അവൻ പിന്നെയും അവളെ കീഴടക്കി. വേച്ച് നടന്ന് ജാനി മുറിയുടെ പുറത്തിറങ്ങി. മോളെ! പിന്നിൽ നിന്നുള്ള വിളി കേട്ട് അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. ജാനിയുടെ രൂപം കണ്ടതും കലയുടെ നെഞ്ച് തകർന്നു പോയി. ചുണ്ടെല്ലാം പൊട്ടി വീർത്ത് അതുപോലെ കഴുത്തിലെല്ലാം പല്ലിൻ്റെ പാടുകളായിരുന്നു. കലയെ കണ്ടതും ജാനി പൊട്ടിക്കരഞ്ഞു. അമ്മേ, അമ്മയുടെ മോൻ എന്നെ എന്തൊക്കെയാ ചെയ്തേന്നറിയോ? എനിക്കിനി ആ മുറിയിൽ കിടക്കണ്ട. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ അമ്മയുടെ മോൻ ഉപദ്രവിച്ചത്? എൻ്റെ ചുണ്ടെല്ലാം കടിച്ചു പൊട്ടിച്ചു, ശരീരമെല്ലാം കടിച്ചു പറിച്ചു. എനിക്ക് നീറുന്നു, മൂത്രമൊഴിക്കുമ്പോൾ തന്നെ വേദനയെടുക്കുന്നു. കരഞ്ഞു പരിഭവിച്ചുകൊണ്ട് ജാനി കലയോട് പരാതി പറഞ്ഞു. കുഞ്ഞു ജാനിയുടെ നിഷ്കളങ്കമായ പരാതികൾ കലയുടെ നെഞ്ച് തകർത്ത് കളഞ്ഞു.
എൻ്റെ ദൈവമേ, ഈ പാപങ്ങളെല്ലാം എൻ്റെ മോൻ്റെ തലയിൽ വന്ന് വീണല്ലോ. എന്ത് ചികിത്സയാണെന്ന് പറഞ്ഞാലും ഒരു പാവം കുട്ടിയെ പിച്ചി ചീന്തിയിട്ട് വേണോ? ഈശ്വര, എത്ര ജന്മമെടുത്താലാണ് ഈ പാപം തീരുക? കല കരഞ്ഞുകൊണ്ട് ഓർത്തു. മോളെ എന്ന് വിളിച്ച് ജാനിയെ കെട്ടിപ്പിടിച്ചു. എന്തിനാ അമ്മേ ആ ചേട്ടൻ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത്? ഞാൻ എന്തോരം വിളിച്ചു, നിങ്ങൾ ആരും കേട്ടില്ല. എനിക്കിനി ആ മുറിയിൽ കിടക്കണ്ട അമ്മേ, ഞാൻ വേറെ മുറിയിൽ കിടന്നോളാം. അപേക്ഷിക്കുന്നത് പോലെ ജാനി പറഞ്ഞു. ജാനിയോട് മറുപടി പറയാൻ കഴിയാതെ കല കുഴങ്ങി. അത് മോളെ, കല എന്തോ പറയാൻ തുടങ്ങിയതും, കലേ ഇങ്ങോട്ട് വരൂ, ആ കുട്ടിയുടെ സംശയങ്ങളൊക്കെ സാവിത്രി തീർത്തു കൊടുത്തോളും, പിന്നിൽ നിന്നും മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. മുത്തശ്ശിയുടെ അടുത്തായി അപ്പോൾ സാവിത്രി നിൽപ്പുണ്ടായിരുന്നു. സാവിത്രി വേഗം പോയി ജാനിയെ ചേർത്ത് പിടിച്ചു. അവളെ പതുക്കെ നടത്തിച്ച് സാവിത്രിയുടെ മുറിയിൽ കൊണ്ടുപോയി. എന്ത് വലിയ പാപമാണമ്മേ നമ്മൾ ചെയ്യുന്നത്? ഒരിക്കലും ദൈവം നമ്മളോട് പൊറുക്കില്ല, കല ദുഃഖത്തോടെ പറഞ്ഞു. പൊറുക്കണ്ട, എന്തൊക്കെ സംഭവിച്ചാലും ഇതിൽ നിന്നും ഞാൻ പുറകോട്ട് പോവില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ് എനിക്ക് വലുത്. എന്ത് വലിയ പാപം കിട്ടിയാലും ഞാനത് പ്രശ്നമാക്കുന്നില്ല എന്ന് കലയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോയി. മോളെ, മോളുടെ പുരുഷനല്ലേ മയൂർനാഥ്? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ജാനിയുടെ മുറിവിൽ മരുന്ന് വെച്ചുകൊണ്ട് സാവിത്രി പറഞ്ഞു. മോള് കുറച്ചു നാൾ ഇതൊക്കെ സഹിക്ക്. ഇതിനു വേണ്ടിയാണ് കുഞ്ഞെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്പം വേദനയോടെ സാവിത്രി പറഞ്ഞു. മയൂർ തന്നോട് ചെയ്തതും സാവിത്രി പറഞ്ഞതും ഒന്നും മനസ്സിലാക്കാതെ ജാനി മിഴിച്ചിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 2 പാർട്ട് തരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ ചില തിരക്കുകൾ കാരണം സമയമുണ്ടായില്ല. ഇനി തിങ്കളാഴ്ച 2 പാർട്ട് തരാം.